ഭോഗമഹർഷിക്ക് മനുഷ്യ ശരീരമായിരുന്നു ആദ്യം. അദ്ദേഹം പല നാടുകളിൽ സഞ്ചരിച്ചിരുന്നു. ആ കാലത്ത് തന്നെ അദ്ദേഹം തെക്കേ അമേരിക്ക, നോർത്ത് അമേരിക്ക വരെയുള്ള സ്ഥലങ്ങളിൽ അന്നത്തെ ഭൂഖണ്ഡങ്ങളിൽ സഞ്ചരിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥത്തെളിവുകളൊക്കെ ഉണ്ടെന്നും. ഭോഗർ 10,000 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. സിദ്ധപരമ്പരകളുടെ രഹസ്യ ഗ്രന്ഥങ്ങളിൽ നമ്മളൊന്നും അധികം സാധാരണക്കാരധികം കേട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹമാണ് ഈ 9 വിഷങ്ങൾ കൂട്ടിച്ചേർത്ത് ഔഷധം ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ചത്. നവപാഷാണെന്ന് പറയും. പഴനിയിലത്തെ വിഗ്രഹം നവപാഷാണാണ്. ഈ ഭോഗമഹർഷി ചൈനയിൽ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരം ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥ വന്നു. പുതിയ ശരീരം വേണം. മൂപ്പര് മരിക്കില്ല, സിദ്ധി അത്രയാണ്. അതുകൊണ്ട് അവിടെ മരിച്ചു കിടന്നൊരു ചെറുപ്പക്കാരനായിട്ടുള്ള ചൈനക്കാരൻ്റെ ശരീരത്തിൽ കയറി. ഇന്നും ആ ശരീരമാണ് അദ്ദേഹത്തിന്. ഒരു ചൈനീസ് ശരീരമാണ് ഭോഗമഹർഷിക്ക്. ആ കാലത്ത് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് താവോ തേച്ചിങ് എന്നാണ് പറയണത്. ലാവോത്സു എന്ന് പറയുന്ന താവോ മതത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ലാവോത്സു ഈ ഭോഗർ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന സിദ്ധപരമ്പരകളുണ്ട് ഇവിടെ. ഒരുപാട് രഹസ്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവസമാധി പഴനിയിലാണ്. പഴനി ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സമാധി അപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭഗവാനെ തൊഴുതിട്ട് വരുമ്പോൾ അവിടെ ഒരു മരതകത്തിൻ്റെ ശിവലിംഗം വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു ഗുഹ പോകുന്നുണ്ട്. അത് പടച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ അദ്ദേഹം 3 വിഗ്രഹങ്ങളാണ് ഉണ്ടാക്കിയത്. ആദ്യം ടെസ്റ്റ് ചെയ്തു. ഈ പാഷാണം കൂട്ടി നോക്കി, അത്ര അങ്ങോട്ട് ശരിയായില്ല. അതിനെ മൂപ്പര് മാറ്റി. അത് കൊടൈക്കനാലിലേക്ക് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഗ്രാമത്തിൽ കിടപ്പുണ്ട്. പഴനിയിൽ നിന്ന് നമ്മൾ കൊടൈക്കനാൽ പോകുന്ന വഴിക്ക് ഒരു ഗ്രാമത്തിലാണ് അതിരിക്കുന്നത് ആ വിഗ്രഹം. അവിടെ ഒരിക്കൽ എത്തിപ്പെടാനൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. ഒരു സാധാരണ സ്ഥലമാണ്. ജനങ്ങൾക്ക് പോലും അത് വലിയൊരു വിഗ്രഹമായിട്ടൊന്നും അതിനെ കൊണ്ടാടുന്നില്ല. അവർക്ക് പോലും അറിയില്ല എന്നാണ് തോന്നുന്നത് അതാ വിഗ്രഹമാണെന്ന്. അതാണ് അവസ്ഥ. ഒരു ഗ്രാമക്ഷേത്രം, ഒരു ചെറിയൊരു അമ്പലം. മറ്റ് 2 കുറ്റമറ്റ കണക്കിൽ അദ്ദേഹം ഉണ്ടാക്കി. ഒന്ന് അദ്ദേഹം പഴനിയിൽ പ്രതിഷ്ഠിച്ചു. രണ്ടാമത്തത് നാളെ ഒരു കാലത്ത് ഈ വിഗ്രഹത്തിന് കേടുപാട് വന്നാൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് പഴനിമലയുടെ അകത്ത് ഗുഹാഗർഭത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. ആ വിഗ്രഹം ഇന്നും അതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് സങ്കല്പം. ഭോഗരുടെ ശിഷ്യൻ പുലിപ്പാണി, അദ്ദേഹം പുലിപ്പുറത്താണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലുകൾ പുലിയെ പോലെയായിരുന്നു, ക്ലോസ് ഉണ്ടായിരുന്നു. പഴനിയത്തെ ആദ്യത്തെ പൂജാരി അദ്ദേഹമാണ്. അദ്ദേഹം തന്നെയാണ് വ്യാഘ്രവാദൻ എന്നാണ് പറയണത്. അതായത് വൈക്കം പ്രതിഷ്ഠിച്ച വ്യാഘ്രവാദ മഹർഷി. അസുരനായിരുന്നു, ഖരപ്രകാശൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. മഹാദേവൻ്റെ മഹാഭക്തനായിരുന്നു. ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയപ്പോൾ ഭഗവാൻ എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഭഗവാനെ ഞാൻ അങ്ങേക്ക് പൂ പറിക്കാൻ വേണ്ടിയിട്ട് അതിരാവിലെ തന്നെ പോയിട്ട് പൂ പറിക്കും. കാരണം പക്ഷികൾ ഉണരുന്നതിന് മുമ്പ്, ശലഭങ്ങൾ ഉണരുന്നതിന് മുമ്പ് അവറ്റകൾ തേൻ കുടിച്ച് എച്ചിലാവാത്ത പൂക്കളാണ് എനിക്ക് വേണ്ടത്. ആലോചിച്ച് നോക്കൂ, നമ്മൾ ചിന്തിക്കുമോ? അതാണ് ഭക്തിയുടെ ഹൈറ്റ്. എച്ചിലാവാത്ത പുഷ്പങ്ങൾ കിട്ടാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇപ്പം എനിക്ക് മരങ്ങളുടെ ഏറ്റവും ഉയരത്തിലുള്ള ചില്ലകളിലാണ് പക്ഷികളും ശലഭങ്ങളും അധികം പോകാത്തത്. അതുകൊണ്ട് എനിക്ക് അവിടെ പോയി പറിക്കാൻ പറ്റണം. എനിക്ക് മരത്തിൽ കയറുമ്പോൾ ഗ്രിപ്പ് കിട്ടണില്ല, കാല് വഴുക്കണു. അതുകൊണ്ട് എൻ്റെ കാലുകളൊക്കെ പുലിയുടെ പോലെ നഖങ്ങൾ ഉണ്ടാക്കി തരണം പറഞ്ഞു, അള്ളി പിടിച്ച് കയറാൻ. ഭഗവാൻ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചിട്ട് പോയി. കാല് കടുവട പോലെ. അതുകൊണ്ടാണ് വ്യാഘ്രപാദൻ എന്ന് പേര് വന്നു. വ്യാഘ്രപാദപുരം എന്നാണ് വൈക്കത്തിൻ്റെ ശരിക്കുള്ള പേര്. ഒരേ സമയം പ്രതിഷ്ഠിക്കാൻ 3 ശിവലിംഗം കൊടുത്തു ആരാധിക്കാൻ. 3നെയും ഒരേ മുഹൂർത്തത്തിൽ പ്രതിഷ്ഠിച്ചു. വലത്തെ കൈകൊണ്ടും ഇടത്തെ കൈകൊണ്ടും കടിച്ചിട്ടു. വലത്തെ കൈകൊണ്ട് വെച്ചത് വൈക്കം, ഇടത്തെ കൈകൊണ്ട് വെച്ചത് ഏറ്റുമാനൂർ, കടിച്ചു വെച്ചത് കടുത്തുരുത്തി. ഇതേ വ്യാഘ്രവാദ മഹർഷിക്കും അനന്തൻ സാക്ഷാൽ ആദിശേഷനായിട്ടുള്ള പതഞ്ജലിക്കും ചിദംബരത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് ഭഗവാൻ ആനന്ദനടൻ ആടിയ സ്ഥലത്താണ് തില്ലൈ നടരാജക്ഷേത്രം നിൽക്കണതെന്ന്. നോക്കൂ, പറയുമ്പോൾ നമുക്ക് ഭഗവാന്റെ എത്ര കഥകൾ തൊട്ട് പോകാൻ പറ്റുള്ളൂ നോക്കൂ. അപ്പോൾ അഗസ്ത്യ പരമ്പര എന്ന് പറഞ്ഞാൽ അത്ര വിശേഷമായിട്ടുള്ളൊരു പരമ്പരയാണ്.